കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായില്ല. ED ആവശ്യപ്പെട്ട രേഖകൾ സമർപ്പിക്കാൻ MM വർഗീസ് 2 ആഴ്ച കൂടി സാവകാശം തേടി. വീണ്ടും നോട്ടീസ് നൽകാനാണ് ED നീക്കം. വിനീത VG കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനീത, വർഗീസ് സൂചിപ്പിച്ചിരുന്നു മെയ് ദിനമാണ്, പാർട്ടി പരിപാടികൾ അടക്കമുണ്ട്, അതുകൊണ്ട് വരില്ല എന്ന്. അപ്പോൾ EDയുടെ തുടർ നീക്കം എന്താണ്? വേണു പറഞ്ഞതുപോലെ തന്നെ MM വർഗീസ് നേരത്തെ തന്നെ ഇക്കാര്യം ED ഉദ്യോഗസ്ഥരോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തനിക്കിന്ന് ഹാജരാകാൻ കഴിയില്ലെന്നും പാർട്ടി പരിപാടികളുണ്ട്, മെയ് ദിനമാണ്, അതിനാൽ തന്നെ ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ആവശ്യം അംഗീകരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറായിരുന്നില്ല. ഇന്ന് ഉറപ്പായും ചോദ്യം ചെയ്യലിന് ഹാജരായേ മതിയാകൂ എന്നുള്ളത് തന്നെയായിരുന്നു EDയുടെ നിലപാട്. പിന്നീട് ഈ ഉദ്യോഗസ്ഥരുമായി MM വർഗീസ് അന്ന് ഈ നോട്ടീസ് നൽകിയ വേളയിൽ തർക്കത്തിലേർപ്പെട്ടതായും ചില വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമായിരുന്നു. പക്ഷേ ഈ ആവശ്യപ്പെട്ട രേഖകൾ അടക്കം ഇന്ന് എത്തണമെന്ന് തന്നെയായിരുന്നു ED നിർദ്ദേശം നൽകിയിരുന്നത്. പക്ഷേ ഇന്ന് MM വർഗീസ് ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല. ഈ ഘട്ടത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ED ആലോചിക്കുന്നത്. MM വർഗീസിന് വീണ്ടും നോട്ടീസ് നൽകാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. ഒപ്പം തന്നെ ED ആവശ്യപ്പെട്ട ചില വിവരങ്ങളുണ്ട്. ഈ CPMന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെയും ഒപ്പം തന്നെ കീഴ്ഘടകത്തിന്റെയും ഈ സ്വത്ത് വിവരങ്ങൾ, ഒപ്പം തന്നെ അവരുടെ സാമ്പത്തിക ഇടപാടുകൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളൊക്കെ നൽകണമെന്ന് MM വർഗീസിനോട് ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിവരങ്ങൾ നൽകാൻ 2 ആഴ്ചത്തേക്ക് കൂടി തനിക്ക് സാവകാശം നൽകണമെന്നും MM വർഗീസ് EDയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ EDയുടെ നിലപാട് എന്താണ് എന്നുള്ളത് വ്യക്തമല്ല. ഈ ഒരു ഘട്ടത്തിൽ കടുത്ത നടപടിയുമായി പക്ഷേ ഉദ്യോഗസ്ഥർ മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് സാധ്യത. കാരണം ഈ ഉദ്യോഗസ്ഥരുടെ ഈ അന്വേഷണ സംഘത്തിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ചോദ്യം ചെയ്യലുമൊക്കെയായി MM വർഗീസ് പൂർണ്ണമായും സഹകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പലതവണ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലൊക്കെ അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും 6 തവണ മാത്രമാണ് അദ്ദേഹം ഹാജരാവുകയും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നത്. പിന്നീട് തുടർച്ചയായി നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം അതിന് മറുപടി പോലും നൽകാത്തൊരു സാഹചര്യവും നിലവിലുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും ഇനി EDയുടെ തുടർ നീക്കങ്ങൾ. വേണം. ശരി, വിനീത VG ആണ് വിവരങ്ങൾ നൽകിയത്.